ഹലോ ഫ്രണ്ട്സ്, ഓണസദ്യക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള പായസത്തിൻ്റെ റെസിപ്പീസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അവയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഐക്കാർഡിലും ഇൻസ്ക്രീനിലും കൊടുത്തേക്കാം. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. നുറുക്ക് ഗോതമ്പ് പായസത്തിനായിട്ട് ആദ്യം നമുക്ക് ഗോതമ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കിലോ നുറുക്ക് ഗോതമ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വാരിയെടുത്തതാണ്. കുതിർത്ത് വെക്കുന്നതിന് മുൻപ് അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1.5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് 5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പ്രഷർ മൊത്തം പോയതിന് ശേഷം തുറന്നെടുക്കാം. ആ സമയം കൊണ്ട് ഗോതമ്പ് നന്നായി വെന്ത് കിട്ടും. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കുഴിഞ്ഞ പരുവത്തിൽ. ഗോതമ്പിൻ്റെ വേവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. ശർക്കരപ്പാനിയിൽ കിടന്ന് കുറച്ച് മുറുകി വരും. ഇനി തീ മീഡിയത്തിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കണം. എനിക്കിവിടെ അധികം വെള്ളമൊന്നുമില്ല. ഈ പരുവത്തിലാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് തിളച്ച് വന്നാൽ മതി. നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ അത് മൊത്തം വറ്റിച്ചെടുക്കണം കേട്ടോ. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇത് 700 ml പാനിയുണ്ട്. ഞാനിപ്പോഴും മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇനി ഇളക്കി കൊടുത്തുകൊണ്ട് പാനി വറ്റിച്ചെടുക്കാം. ഞാനിവിടെ 600 ഗ്രാം ശർക്കരയിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗോതമ്പ് ശർക്കരയിൽ കിടന്ന് നന്നായി വരണ്ട് വരണം. ഗോതമ്പിലൊക്കെ ശർക്കര നന്നായി പിടിക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ പാനിയൊക്കെ നല്ലതുപോലെ വറ്റി തിള പൊട്ടുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കണം. ഇത് 4.5 കപ്പ് 2ാം പാലുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് കപ്പ് 240 ml കേട്ടോ. ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 6 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക്, അതായത് ഒരു 2 മീഡിയം സൈസ് തേങ്ങ, ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയതിന് ശേഷം 1ാം പാൽ പിഴിഞ്ഞെടുത്തു. 2 കപ്പ് 1ാം പാൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ തേങ്ങയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് 2ാം പാൽ പിഴിഞ്ഞെടുത്തു. അതൊരു 4.5 കപ്പും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പായസം ഉണ്ടാക്കാനായി തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ചത്തേങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നന്നായിട്ട് പാല് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. പായസം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് നോക്കാം കേട്ടോ. മധുരം കുറച്ച് കുറവാണ്. ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളെപ്പോഴും പായസത്തിലേക്ക് മധുരം ചേർക്കുമ്പോൾ ആദ്യം മുഴുവനെ ചേർക്കാതെ ഒരു 1/4 ഭാഗമൊക്കെ ആദ്യം ചേർത്തിട്ട് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം നമ്മളെടുക്കുന്ന ഓരോ ശർക്കരയ്ക്കും മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവും. പാനി ചേർത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഇളക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി തീ ലോയിലേക്ക് മാറ്റിയിട്ട് 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ടേസ്റ്റുകളൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 2 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 1 മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ആകാവുന്നതാണ്. പൊടികൾ ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് 1ാം പാലാണ് ചേർക്കുന്നത്. ഇതിനി നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം.
ഒന്നാം പാല് ചേർത്തതിന് ശേഷം പായസം തിളപ്പിക്കരുത്. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ആവി വന്നാൽ മതി. തിളച്ചാൽ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായി ആവി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉരുളിയുടെ ചൂട് കുറഞ്ഞു വരാൻ സമയമെടുക്കും. അവസാനമായി നമുക്കിതിലേക്ക് കാഷ്യൂസും കിസ്മിസും വറുത്തിടണം. ഒരു ചെറിയ ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ തീ മീഡിയത്തിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ സ്പ്ലിറ്റ് ചെയ്ത കാഷ്യൂസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. കാഷ്യൂസിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് പായസത്തിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇനിയിപ്പോൾ കുറുകൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചൂടുള്ള പശുവും പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പായസത്തിൻ്റെ ചൂട് നന്നായി ആറി വന്നിട്ടുണ്ട്. നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പായസം കിട്ടേണ്ടത്. കറക്റ്റ് മധുരവും കുറുകലുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്